ഹലോ ഫാമിലി, ഞാൻ യൂട്യൂബിനെ കുറിച്ചുള്ള പാർട്ട് 1 വീഡിയോ ചെയ്തായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഷോർട്സിനെ കുറിച്ച് പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഷോർട്സ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റുള്ള വീഡിയോസാണ്. അപ്പോൾ 1 മിനിറ്റുള്ള ഈ റീൽസൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്കതിൽ പാട്ടിട്ട് ചെയ്യാം, നമ്മളെ വോയിസ് ഇട്ട് ചെയ്യാം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഷോർട്സിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിലെ തംബ്നെയിലാണ്. തംബ്നെയിൽ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്, അതായത് യൂട്യൂബ് ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത്, വേറൊരാൾ കാണുന്നത് നമ്മൾ ഈ ഫോട്ടോ ആയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക അതിൽ ഏത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരാൾ അത് തുറന്നു നോക്കും. ഒരു തേർഡ് പേഴ്സൻ്റെ വ്യൂവിൽ വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ. അല്ലെ നമുക്ക് ഇഷ്ടമുള്ളതല്ല പബ്ലിക്കിന് ഇഷ്ടമുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു റീൽസിൽ ഏതിൻ്റെ അവിടെ കൊണ്ടുപോയി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എവിടെ എങ്ങനെ എഡിറ്റിങ്ങിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും, എഡിറ്റിങ്ങിൽ എവിടെ കൊണ്ടുപോയി നിർത്തിയാൽ അതാണ് നമ്മുടെ തംബ്നെയിൽ വരുന്നത്. അപ്പോൾ ഏതിട്ട് കഴിഞ്ഞാൽ നമ്മൾ പല തംബ്നെയിലും കണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊന്നും ഉണ്ടാവത്തില്ല, ആ ഒരു ഫോട്ടോയേ ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് കണ്ടു തീരും 60 സെക്കൻഡ് കൊണ്ട്, കിട്ടിയോ ഒരു വ്യൂ. അപ്പം അതുകൊണ്ട് കൃത്യമായി വേറൊരാളുടെ തിങ്കിങ്ങിൽ ഏത് സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ ക്ലിക്ക് ചെയ്ത് തംബ്നെയിലാക്കുന്നതാണ് നല്ലത്. അതായത് ഫ്രണ്ടിലെ ഫോട്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാക്കിയാൽ ഇത് തുറന്ന് നോക്കും എന്നുള്ളത് ആദ്യത്തെ ചിന്തയാണ്. രണ്ടാമത് ക്യാപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഷോർട്സിന് തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ലേ ചില ആൾക്കാർ, കണ്ടു ഞാനൊരു കടുവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ്, കടുവനെ കണ്ടു എന്നാ നോക്കട്ടെ, കടുവ എവിടെയാ ഉള്ളത്? അത് അവരവരുടെ ബ്രില്യൻസ് ആണ്. അതായത് ഷോർട്ട് ചെയ്ത് ഒരുപാട് വലിച്ചു നീട്ടാതെ ക്യാപ്ഷൻ, ഞാൻ ആദ്യം 2 ലൈനൊക്കെ എഴുതുമായിരുന്നു. ഇപ്പൊ മാക്സിമം ചുരുക്കി ആളുകൾക്ക് എങ്ങനെ തോന്നാൻ പറ്റും. അതായത് ഞാനും എൻ്റെ പിള്ളേരും പുഴയിൽ ചാടി, ഞാനും എൻ്റെ പിള്ളേരും പുഴയിൽ ചാടിയേ, ചേച്ചി വെള്ളത്തിൽ ചാടിയായിരുന്നു, അതൊന്ന് കാണാം. നമ്മൾ മലയാളികളുള്ളിടത്തോളം കാര്യം നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാത്ത വീഡിയോസൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളുടെ ബ്രില്യൻസ് ഉപയോഗിക്കുക. പക്ഷേ ഒരു എത്തിക്സ് ഉണ്ട്, നമ്മൾ ഒരിക്കലും ഫേക്ക് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഫേക്ക് കളിക്കുന്നവർ ഒരുപാട് പേർക്ക് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, അത് അവരവരുടെ ഇഷ്ടം എന്നും കൂടി ഞാൻ കൂട്ടിച്ചേർക്കുവാണ്. കാരണം നമ്മൾ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു പറഞ്ഞു തരാൻ വേണമെങ്കിൽ തുണിയില്ലാത്ത ഫോട്ടോ വെച്ചിട്ട് ചില ആൾക്കാർ, നമ്മൾ മലയാളികളല്ലേടാ, അതൊന്ന് പെമ്പിള്ളേരാണെങ്കിലും ശരി തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു പരിപാടി ചെയ്യുന്നതോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. നിങ്ങൾക്ക് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ക്യാപ്ഷൻ കൊടുക്കേണ്ടത്, ഞാൻ ആദ്യമായി ഷോർട്സ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്തപ്പോൾ, അതായത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവണം എന്തായിരിക്കും അതിൻ്റെ അകത്ത് എന്ന് കൃത്യമായി ആലോചിച്ചുള്ള ഷോർട്സുകൾ അല്ലെങ്കിൽ ക്യാപ്ഷനുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഹാഷ്ടാഗുകൾ കണ്ടിട്ടില്ലേ, ഒരു ജയിൽ പോലത്തെ 2 വരെയും ഇങ്ങനെ, അതിനെയാണ് ഹാഷ്ടാഗുകൾ കൊടുത്താൽ മാത്രമേ നമ്മൾ പോയി സെർച്ച് ചെയ്യത്തില്ലേ, ബെസ്റ്റ് കുക്കിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇത് വന്നെങ്കിൽ ഇങ്ങനത്തെ ഹാഷ്ടാഗുകൾ കൊടുത്താൽ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ കൃത്യമായ ഹാഷ്ടാഗുകൾ അവിടെ കൊടുക്കണം, മനസ്സിലായി. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം, അവിടെ നമുക്ക് ആ വീഡിയോനെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ ജനങ്ങളോട് പറയാനുണ്ടോ അതൊക്കെ നമുക്ക് അവിടെ എഴുതാം, മനസ്സിലായി. എന്തെങ്കിലും ഫോൺ നമ്പറുകളോ മറ്റുള്ള കാര്യങ്ങളോ എല്ലാം ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഹാഷ്ടാഗുകൾ കൊടുക്കാം, മനസ്സിലായോ. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ, അതെല്ലാം എഡിറ്റിങ്ങിൽ വരുന്ന കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഷോർട്സ് ഇടാൻ. പിന്നെ ചില സ്ഥലത്ത്, അത് ഞാൻ രണ്ടാമത് പറഞ്ഞുതരാം. ലോങ് വീഡിയോന്റെ കാര്യം പറയാം. ലോങ് വീഡിയോ എന്ന് പറയുന്നത് 5 മിനിറ്റ്, മിനിമം 3 മിനിറ്റിന് മുകളിലായിരിക്കണം ലോങ് വീഡിയോ. ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ ആയിരിക്കണം ഫോൺ പിടിക്കേണ്ടത്, വട്ടത്തിൽ പിടിക്കണം എന്ന്. അതായത് ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഷോർട്സ് എടുക്കുമ്പോൾ ഫോൺ ഇങ്ങനെ പിടിക്കണം, ഇതെടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണം. നമുക്ക് ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ, നമുക്ക് ഫ്രണ്ട് ക്യാമറ ആയിരിക്കും കുറച്ചുകൂടി കോൺഫിഡൻസ് ആദ്യം വരുന്നത്. കാരണം ബാക്ക് ക്യാമറയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണ് ക്യാമറ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ലോങ് വീഡിയോ എപ്പോഴും ഫോൺ അങ്ങനെ ആയിരിക്കണം. ഒരുപാട് ഇങ്ങനെ ഷെയ്ക്ക് ആവാതെ, ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ആയാലും എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഷെയ്ക്ക് ആവാതെ സ്റ്റഡി ആയിട്ട് പിടിക്കുക. ലോങ് വീഡിയോയിൽ കൃത്യമായി തംബ്നെയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ലോങ് വീഡിയോന് മാത്രം നമുക്ക് ഫോണിൽ പോയിട്ട് നമ്മളൊരു ഫോട്ടോ വെച്ച് കൃത്യമായി എഴുതി, ആ ഒരു ഫോട്ടോ തന്നെ നമുക്ക് എഴുതി അതൊരു ഫോട്ടോ ആക്കിയിട്ട് പോയി എഡിറ്റ് ചെയ്ത് അതിൽ ചെയ്യാൻ പറ്റും. എഡിറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം പേടിക്കല്ലേ കേട്ടോ. ഈ ഒരു ആപ്പിൽ നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ ഇതെല്ലാം പഠിക്കും സ്ലോവില്.
ഇപ്പൊ ഒരാളുടെ ഒരു സപ്പോർട്ട് വേണം. നമ്മുടെ കുട്ടികൾക്ക് അറിയാം ഇതെല്ലാം ചെയ്തു തരാൻ. മോനെ ഈ ഫോട്ടോ ഒന്ന് എടുത്ത് അവിടെ വെച്ചെന്ന് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. അപ്പോ നമ്മൾക്ക് ഈ പറഞ്ഞ ഞാൻ ആപ്പുകളുണ്ട്. ഇൻഷൂട്ടൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇൻഷൂട്ട് ഉണ്ട്, അതുപോലെ VN എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്. അങ്ങനെ അതിലേക്ക് മേളിലേക്ക് കുറെ ഇച്ചിരി പ്രൊഫഷണൽ ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ട്. നമ്മൾ തുടക്കക്കാർ ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നവിടെ എനിക്ക് യോജിപ്പുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം, ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ചാനലുകളെക്കാളും തുടക്കക്കാരെയൊക്കെ പബ്ലിക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കണ്ടന്റുകൾ നാച്ചുറൽ ആയിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഭാഷകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ മനസ്സിലായല്ലോ. ലോങ് വീഡിയോന് നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ കൃത്യമായ തംബ്നെയിൽ നമ്മൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ, ആദ്യമായി ലൈവ് വന്നപ്പോൾ ഒരു ചൊറിയൻ പറഞ്ഞത് കേട്ടോ, ചേച്ചിനോട് ചൊറിയൻ എന്താ പറഞ്ഞേ, ഞാനൊന്ന് നോക്കട്ടെ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ഇത്, അല്ലെങ്കിൽ പറഞ്ഞ കുക്കിംഗ് ചാനലൊക്കെ ആണെങ്കിൽ ഇതുണ്ടാക്കിയപ്പോൾ നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട്, അല്ല തംബ്നെയിൽ അത് കൊടുത്തിട്ട് അതിന് താഴെ എടുക്കാം. തംബ്നെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ തുറന്നു നോക്കണമല്ലോ, തുറന്നു നോക്കാനുള്ള ആകാംക്ഷ ജനിപ്പിക്കുന്ന ക്യാപ്ഷൻ ആയിരിക്കണം. അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ ആയിട്ട് വളരെയധികം റിലേറ്റബിൾ ആയിരിക്കണം. അതായത് ഫേക്ക് ആയിട്ടുള്ള ക്യാപ്ഷൻ ആയിരിക്കരുത്. നമ്മൾ എന്താണോ വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനോട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്ഷൻ ആയിരിക്കണം. അതുകൂടാതെ ഹാഷ്ടാഗുകൾ കൊടുക്കുമ്പോഴും കൃത്യമായി ഇത് എങ്ങനെ സെർച്ച് ചെയ്താലേ എൻ്റെ വീഡിയോ കിട്ടും. കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഉറപ്പായിട്ട് ഹാഷ്ടാഗ് കുക്കിംഗ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ബീഫോ ചിക്കനോ ആണെങ്കിൽ അതിനെ ഒരു ഹാഷ്ടാഗ് കൊടുത്തിരിക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ താഴെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്താണോ നമ്മൾ ഇത്ര കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സെയിൽ ഉണ്ടെങ്കിൽ അവർ ആ സെയിലിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ, അഡ്രസ്സ് എല്ലാം കൊടുക്കാം. പിന്നെ നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വാ ഒന്നിച്ചു മുന്നേറാം എന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ട്. കമന്റിന് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരു ഗ്രൂപ്പിൽ നമ്മളുടെ ഫാമിലിയുടെ ഗ്രൂപ്പിൽ കൊണ്ടിട്ട് ഈ വീഡിയോ ഇട്ടു. അപ്പോൾ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് കരുതുക, എല്ലാ വീഡിയോയിലും കമന്റ് ചെയ്യും. അപ്പൊ നമ്മളിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് കമന്റ് ചെയ്താലും യൂട്യൂബ് ചിന്തിക്കും, ഇത് ഓക്കെ, ഇയാളുടെ ഭയങ്കര സപ്പോർട്ടറാണ്, ഇയാൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. സ്പാം ആവും എന്ന് പറഞ്ഞാല് കുറച്ച് ദിവസത്തേക്ക് അയാൾക്ക് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക എന്നർത്ഥം. പിന്നെ ഒന്നിച്ചു മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് ചേച്ചി സബ് ചെയ്യോ, ഞാൻ അങ്ങോട്ട് ചെയ്യാം, ആ ഒരു സബ് നമുക്ക് കിട്ടും എന്ന് വിചാരിക്കേണ്ട. ഒരു വീഡിയോ കൃത്യമായി കണ്ട് നമ്മൾ അവർക്ക് സബ് ചെയ്ത് ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഇടാതെ പോയി അപ്പം തന്നെ സബ് ചെയ്യാൻ ഒന്നും നിൽക്കരുത്. ഇങ്ങോട്ടുള്ള പരിപാടിയിൽ നിൽക്കരുത്. അത് ഒരു 24 hours ഗ്യാപ്പ് ഇല്ലാതെ ഒന്നും ഈ ഒരു ഇടപാടിന് നിൽക്കരുത്. പിന്നെ ചാനൽ അടിച്ചു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചാനൽ അടിച്ചു പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ വയലൻസ്. നമ്മൾ ഒരു ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മെമ്പർഷിപ്പ് ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ ന്യൂഡിറ്റി ആണ്, അവർ ഈ തുണിയൊക്കെ പൊക്കി കാണിച്ചിട്ടുള്ള ലൈവാണ്. പക്ഷെ നമ്മളൊരു സാധാരണ ഒരു യൂട്യൂബർ ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചില സമയത്ത് എടുത്തു പറയുവാണ്. ചില സമയത്ത് യൂട്യൂബ് നമ്മളുടെ കുട്ടികളുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പോൾ പാമ്പേഴ്സ് ഇട്ടൊക്കെ കുട്ടികൾ നടക്കണ്ടാവും, അല്ലെങ്കിൽ ഷഡ്ഡി ഇട്ട് കുട്ടികൾ വന്ന് നിൽക്കണ്ടാവും നമ്മുടെ ബാക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ. പക്ഷെ ആ ഒരൊറ്റ കാര്യം മതി ചാനൽ 90 ദിവസത്തേക്ക് അങ്ങ് എന്താ പറയുക, അതങ്ങ് ഫ്രീസ് ആക്കി കളയും. അതായത് നമ്മൾ ആരെയും കാണിക്കാതെ 1-2 വ്യൂവേഴ്സ് ആയിട്ടൊക്കെ നിർത്തും. പിന്നെ നമ്മൾ പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഷർട്ട് ഇടാതെ നമ്മൾ അപ്പച്ചന്മാരൊക്കെ ഇരിക്കും. ചില സമയത്ത് എന്നേ ഞാൻ പറയുന്നുള്ളൂ, ചില സമയത്ത് യൂട്യൂബിന് റിലേ കട്ടായാൽ അപ്പോഴും ഈ അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കരയുന്നു അല്ലെങ്കിൽ തല്ലുന്നു എന്നുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ അത് ചാനൽ അടിച്ചു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മളെ ഡ്രസ്സിങ് എല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ ഭയങ്കര ന്യൂഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങനെയുള്ളവർ അതിനുള്ള റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു സാധാരണ യൂട്യൂബർ എന്ന നിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോർട്സ് കഴിഞ്ഞു, ലോങ് വീഡിയോ കഴിഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാടുണ്ട് പഠിക്കാൻ. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ടുള്ളത് പഠിച്ചാൽ മതിയടാ. പിന്നെ ലോങ് വീഡിയോയിലാണെങ്കിലും നമ്മൾ പോയിട്ട് വല്ല പള്ളിപ്പെരുന്നാളിലെ വീഡിയോ എടുക്കുമെന്ന് എഴുതിക്കോ. പള്ളിപ്പെരുന്നാളിൽ ഒരു സിനിമാ പാട്ട് ബാൻഡ് കൊട്ടുന്നു, അല്ലെങ്കിൽ ഒരു സിനിമാ പാട്ടിന്റെ ഒരു ജീപ്പിന് വെച്ചിട്ട് ബാക്കിൽ കൂടി പോകുന്നു. നമ്മളിവിടെ പറവറ പള്ളിയിൽ ഇതേ ഞങ്ങൾ വന്നിരിക്കുന്നു, ഞങ്ങൾ അവിടെ പൊട്ടുന്നു. അപ്പൊ ബാക്കിൽ പോകുന്ന ജീപ്പിൽ ഒരു പാട്ടായിരിക്കും. ആ ഒരു പാട്ട് മതി നമുക്ക് കോപ്പി റൈറ്റിംഗ് വരാൻ. ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞ കോപ്പി റൈറ്റിംഗ്, അതായത് അങ്ങനെ തന്നെ നമ്മളുടെ ചാനലിൽ ആ വീഡിയോ സൗണ്ട് ഇല്ലാതെ ഇങ്ങനെ ഡിമ്മായിട്ട് മ്യൂട്ടായിട്ട് ഒന്നുമില്ലാതെ അങ്ങോട്ട് യൂട്യൂബ് അങ്ങോട്ട് കളയും.
അപ്പൊ കൃത്യമായി പുറത്തുള്ള വീഡിയോസിൽ പുറത്തുള്ള ശബ്ദങ്ങൾ, പുറത്തുള്ള പാട്ടുകളൊന്നും അധികം, ശബ്ദങ്ങളല്ല പാട്ടുകളൊക്കെ ഒന്നും വരാതെ ശ്രദ്ധിക്കണം. നമുക്ക് പാട്ട് ആഡ് ചെയ്യാന്നല്ലാതെ പുറത്തുനിന്നുള്ള ഒരു പാട്ടുകളോ മ്യൂസിക് ആയാലും മതി, അത് കോപ്പി റൈറ്റിംഗ് വരും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്തത് എന്താവും, അതങ്ങ് പോവും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് സൗണ്ട് കളഞ്ഞിട്ട് ഇതുപോലെ നമ്മളെ വോയിസ് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാം. പക്ഷെ ചില സ്ഥലത്തുള്ള ഈ ചെണ്ടകൊട്ട് അങ്ങനെയുള്ളതൊക്കെ ചിലത് വരാറില്ല. പക്ഷെ എന്നാലും നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കംപ്ലീറ്റ്ലി മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വോയിസ് കയറി ഞങ്ങൾ ഇങ്ങനെ പള്ളിയിൽ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ചിലതിലൊക്കെ നമുക്ക് പാട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ പുറത്തുനിന്നുള്ള പാട്ടുകളൊക്കെ വരുമ്പോൾ ആ വീഡിയോയിൽ കംപ്ലീറ്റ്ലി മ്യൂട്ടായി പോവും. ചിലപ്പോൾ മോണിറ്റൈസേഷൻ തന്നെ, അതായത് യൂട്യൂബർ ആകാനുള്ള ആ ഒരു എലിജിബിലിറ്റി തടഞ്ഞെന്ന് വരാം കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നത്. അടുത്തതാണ് ഏറ്റവും കൂടുതൽ ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു 1000 സബ് ഒക്കെ ഏകദേശം അടുക്കാനാവുമ്പോൾ ലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ലൈവ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചിക്ക് എങ്ങനെ ഈ ലൈവ് ചെയ്യാൻ പറ്റുന്നേ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മൾക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ, ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ എന്നെ കേൾക്കാൻ കുറേ ആൾക്കാർ ഇവിടെ ചുറ്റിനുണ്ട് എന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഞാനൊരു വീഡിയോന് വോയിസ് ചെയ്യുന്നത്. അപ്പൊ ലൈവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. തെളിവ് സഹിതം നിങ്ങളെ കാണിച്ചു തരാം. ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ തുടക്കക്കാരാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ലൈവ് വരുവാണ്, ലൈവിലേക്ക് വരുന്നു. നമ്മളിങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോൾ കുറെ ആൾക്കാർ, ചിലപ്പോൾ ഒരാൾ പോലും ഉണ്ടാവില്ല, കാണാൻ ഒരാളും ഇല്ലേ, 2 പേരേ ഉള്ളൂ. അപ്പൊ ഒരാൾ ഹായ് പറയും, ഹായ് ചേട്ടാ എന്നൊക്കെ പറയും. പിന്നെ ഒരാൾ ഹായ് പറയും, ഹായ്, പിന്നെ തീർന്നു. പിന്നെ ഞാൻ എന്ത് പറയും, എന്തിനെ കുറിച്ച് പറയും, അയ്യോ ആരുമില്ലല്ലോ. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഉറപ്പാണ് നമ്മൾ ഒരു ട്രാക്കിൽ വരാതെ ഒരു 10 പേരെങ്കിലും മിനിമം ചിലപ്പോൾ അവിടെ ഒന്ന് നിൽക്കണം എന്നില്ല. ആദ്യത്തെ ചിലവർക്ക് ഭാഗ്യത്തിന് 10-30 പേരെങ്കിലും വന്ന് നിൽക്കും. പക്ഷെ അവരോട് അവരെ മെസ്സേജ് വായിച്ച് പെട്ടെന്ന് തീരും. അപ്പൊ നമുക്കൊന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല. ആദ്യത്തെ കുറച്ച് ലൈവുകളാണ്ട്ടെ പറയുന്നത്. ആദ്യത്തെ കുറച്ച് ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവും കേട്ടോ. അപ്പോ നമുക്ക് സംസാരിക്കാൻ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കണ്ടന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ, നമ്മൾ കാണാപ്പാഠം പഠിക്കണേക്കാളും നമ്മൾ ഓരോ മനുഷ്യന്റെയും കഥകൾ വ്യത്യാസമുണ്ട്. മനസ്സിലാവും. മനുഷ്യരുടെ കഥ കേൾക്കാൻ മറ്റൊരു മനുഷ്യന്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇല്ലേ? അപ്പുറത്തെ വീട്ടിലെന്തെങ്കിലും നടന്നു കഴിഞ്ഞ് ഇവിടെ ഒളിഞ്ഞു നോക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വന്ന വഴിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡികൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ, ഞാൻ ഇങ്ങനെയാണത് കണ്ടുപിടിച്ചത്, ഇങ്ങനെയാണ് റിക്കവറി ചെയ്തത് എന്ന് സംസാരിക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ലൈവ് ഉണ്ടാകണം. അരമണിക്കൂർ ലൈവ്. കാരണം നമ്മൾ യൂട്യൂബിനെയാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാം. മറ്റേന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇതിക്കുണ്ടെന്ന് യൂട്യൂബിൽ, അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ വാച്ചിങ് അവേഴ്സ് കൂടാനും ഇൻകം കൂടുതൽ കിട്ടുന്നതും എൻ്റെ എക്സ്പീരിയൻസിൽ. കാരണം എനിക്ക് വീഡിയോസിനൊന്നും ഭയങ്കര വ്യൂ ഒന്നും അധികം കിട്ടുന്നില്ല. അതേസമയം ഷോർട്സിനാണെങ്കിൽ ഒരു മീഡിയം ലെവലിലാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ലൈവിന് കുറച്ചുകൂടി പെട്ടെന്ന് വ്യൂവേഴ്സ് വരുന്നുണ്ട്. അതിന്റെ ആ ഒരു വാച്ചിങ് അവേഴ്സ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തരുന്നുണ്ട്. 1 മണിക്കൂർ ലൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 3/4 മണിക്കൂർ എനിക്ക് യൂട്യൂബ് തരുന്നുണ്ട്. മറ്റേത് ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് ഒക്കെ എനിക്ക് തരത്തുള്ളൂ. അപ്പൊ എനിക്കൊരു വ്യത്യാസം മനസ്സിലായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടന്റ് സംസാരിക്കുന്ന സമയത്ത് ആരും ഇല്ലെങ്കിലും നമ്മൾ കോൺഫിഡൻസോടുകൂടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, ഒരാളെങ്കിലും വരാതിരിക്കത്തില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കുക. നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ സംസാരിക്കുമ്പോൾ ചുറ്റിനും ശബ്ദങ്ങളൊന്നുമില്ലാതെ, ഇറിറ്റേഷൻ ഇല്ലാതെ, ബഹളങ്ങളില്ലാതെ ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ, സ്വസ്ഥമായിട്ട് ഒരു റൂമിൽ പോയിരിക്കെ സ്വസ്ഥമായ ഒരു സ്ഥലത്തു നിന്നായിരിക്കണം ലൈവ് ചെയ്യേണ്ടത്. ബഹളങ്ങളാവുമ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ആ വഴി പോകും. കുഞ്ഞുങ്ങളുടെ കരച്ചിലോ അല്ലെങ്കിൽ ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പൊ ലൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു മനുഷ്യനില്ലായിരിക്കും, നിങ്ങൾ കണ്ടന്റ് പറഞ്ഞു തുടങ്ങുക. ആദ്യം ഭയങ്കര അഭിപ്രായവും. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, കർത്താവ് ഒരു മനുഷ്യനില്ലല്ലോ, ലൈക്ക് ഇല്ലല്ലോ, കമന്റ് ഇല്ലല്ലോ, ഞാൻ എന്തിനു വേണ്ടിയിട്ട് പറയുന്നു. നിങ്ങൾ ലൈവ് ചെയ്യുക, സംസാരിക്കുക, സംസാരിച്ച് ഇതിന് ശേഷം അപ്ലോഡിങ് എൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കഴിയും. കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലൈവ് എന്തിനെ കുറിച്ചാണോ നിങ്ങൾ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് തംബ്നെയിൽ എഡിറ്റ് ചെയ്യുക. എനിക്ക് ആദ്യത്തെ ലൈവ് പോയപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയോ? മിക്കവാറും എല്ലാവരും ഇടുന്നൊരു തംബ്നെയിലാണ്. ഇല്ലെങ്കിൽ
എനിക്കൊരു ഭീകരമായ രോഗമുണ്ടായി, അത് റിക്കവർ ചെയ്തത് എങ്ങനെയാണ്, എന്തൊക്കെ ഭീകരമായ രോഗം, ആരോടും പറയാത്തൊരു രോഗം എനിക്കുണ്ടായി, ഞാൻ റിക്കവർ ചെയ്ത സ്റ്റോറി, അല്ലെങ്കിൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രണയം. ചിലപ്പോൾ ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ നമ്മളൊരു ഫോട്ടോ, അതായത് തംനെയിൽ ഉണ്ടാക്കുക, അത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്ത് അത് ചേർക്കുക. അതിനുശേഷം നമുക്ക് ക്യാപ്ഷൻ ഇടാം. എന്താണോ ഞാൻ ആദ്യമായി ലൈവ് പോയപ്പോൾ ഒരു പൂച്ച കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല, വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം. ഹാഷ്ടാഗുകൾ കൃത്യമായി ലൈവിന് വേണ്ട ലൈവ് സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗുകൾ കൊടുക്കാം. എന്നിട്ട് അതിൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ലോങ് വീഡിയോ ചെയ്യുന്ന എല്ലാ എഡിറ്റിങ്ങും ചെയ്യുക, അതങ്ങ് അവസാനിപ്പിക്കുക. ഇപ്പോ ലൈവ് പോയി സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ചേച്ചി അതിൽ വന്നിട്ട് എന്നോട് ക്യാമറ താത്ത്, നിന്റെ ബ്രേസറിന്റെ കളർ എന്താ, നിന്റെ ഷഡിയുടെ കളർ എന്താ, നിന്റെ ഇതിന്റെ സൈസ് എന്താ എന്നൊക്കെ ചോദിച്ചു ഞാൻ ചീത്ത വിളിച്ചു. ഒന്നുകിൽ എന്റെ ലൈവിൽ ഞാൻ കൃത്യമായി മറുപടി കൊടുക്കും, അതേ ആഴത്തിൽ അതേ ഭാഷയിൽ തന്നെ ഞാൻ മറുപടി കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ പറയും നിന്റെ അമ്മയുടെ ബ്രേസറിന്റെ കളർ ഒന്ന് പോയി നോക്കാൻ പറയും. ഞാൻ അങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്. കാരണം നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയോ മിണ്ടാതിരിക്കുകയോ എന്ത് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, നിങ്ങൾ ആ കമന്റ് ഇങ്ങനെയല്ല വായിക്കണം. നിങ്ങളോട് ഒരാള് ഏതോ ഒരുത്തന്റെയോ ഒരുത്തിയുടെയോ മകനോ മകളോ അല്ലെങ്കിൽ ആ ഭാര്യയോ ഭർത്താവോ വന്ന് നമ്മളോട് പറയുന്ന എന്താണെന്ന് കൃത്യമായി ഫേക്ക് ആയിട്ടുള്ളൊരു പേരാണെങ്കിൽ പോലും അത് കൃത്യമായി വായിക്കണം. അതിന്റെ സൈസ് പറയോ എന്ന് വായിക്കണം. വായിച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ പോടാ പട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് പോടാ എന്ന് പറയാം, അല്ലെങ്കിൽ നല്ല തെറി അതുപോലെ വിളിക്കാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. പക്ഷേ മിണ്ടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ലൈവിന് നമ്മൾ ആൻസർ കൊടുക്കുമ്പോൾ അടുത്ത കമന്റായിട്ട് ഈ ചൊറിയൻ നാറി വരും, ആഹാ നീ അത്രയ്ക്കായ, എന്നാ നിന്റെ അമ്മയോട് പോയി പറയടി എന്ന് പറയും. അപ്പൊ നമ്മൾ വീണ്ടും അതിന് ലൈവ് കൊടുക്കുക. അപ്പോ നമുക്ക് ലൈവിന് കൃത്യമായി ഒരു 10 പേരുള്ളത് 10 പേരും ആ ലൈവ് അവസാനിക്കുന്നവരെ നിർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതിപ്പോ ചൊറിയനായാലും ഒരു ഊളയാണെങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് കരുതേണ്ടി വരും. അപ്പൊ ചോദിക്കും പൈസക്ക് വേണ്ടി എന്തും ചെയ്യണോ ചേച്ചി? നമ്മൾ യൂട്യൂബർ ആകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബർ ആകുക തന്നെ വേണം, അല്ലേ? അപ്പൊ അവിടെ കുറെ എത്തിക്സും കുറെ കാര്യങ്ങളും കൊല സ്ത്രീ കൊല പുരുഷൻ ആ ഒരു രീതികളൊക്കെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരുപാട് എക്സ്ട്രീം ലെവലിൽ നമ്മളെ ടാർഗറ്റ് ചെയ്ത് പുറകെ വൃത്തികേടുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ലാംഗ്വേജുകൾ ഞാൻ തെറി വിളിക്കാറുണ്ട് തിരിച്ച്. പക്ഷെ ഈ ആണും പെണ്ണും കെട്ടത്, അല്ലെങ്കിൽ നീ ഒരു ഹിജടയല്ലേ, നീ ഒരു അതല്ലേ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം അവര് മനുഷ്യരാണ്, അവരെ നമ്മൾ അംഗീകരിക്കേണ്ടവരാണ്. അപ്പോൾ അവിടെ വന്ന് റിപ്പോർട്ടിങ് വന്നു കഴിഞ്ഞാൽ ചാനൽ അടിച്ചു പോകും. കാരണം അങ്ങനെയുള്ള ഭാഷകളെല്ലാം ഉപയോഗിക്കാതിരിക്കുക. ചീത്ത വിളിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ലൈവിൽ വന്ന് ഒരുത്തം നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അത് സൈബർ സെൽ ആയിക്കോട്ടെ, നിയമം നമുക്ക് അത് അനുവദിക്കുന്നുണ്ടെന്ന് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ എന്താ പറയാ, ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു ചേച്ചി, എനിക്കത് ഒരു രീതിയിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് സംഭവം ശരി, ഞാനൊരു യൂട്യൂബറാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്താണ് സൈബർ കേസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഫേക്ക് ഐഡിക്കെതിരെ? കൃത്യമായി നിങ്ങളുടെ ലൈവിലോ അല്ലെങ്കിൽ കമന്റിലോ വരുന്ന ഫേക്ക് ഐഡി ആ ഒരു പേര് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ ആക്ടിവിറ്റി അവരുടെ നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു കമന്റ് മാത്രം, നമുക്കൊരു കമന്റ് ചെയ്ത ഒരാളായിരിക്കണം. അപ്പൊ അതിൽ ഫുള്ളായിട്ട് നമ്മൾ ഏതൊക്കെ വീഡിയോയില്, ഈ ലൈവില് മാത്രമല്ല ഏതൊക്കെ വീഡിയോയില് അയാൾ കമന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫുള്ള് കിട്ടും. അതിന്റെ സ്ക്രീൻഷോട്ട് അപ്പൊ തന്നെ എടുത്തു വെക്കുക. അതുകൂടാതെ ചാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എബൌട്ട് കിട്ടും, അതിന്റെ URL കിട്ടും, ഈ ഒരു ചാനലിലെ URL കിട്ടും, അതിന്റെ സ്ക്രീൻഷോട്ട് അപ്പൊ തന്നെ എടുത്തു വെക്കുക. സൈബർ സെല്ലിലേക്ക് ഒന്നുകിൽ തുണ എന്ന് പറയുന്ന വെബ്സൈറ്റും പോലീസിന്റെ വെബ്സൈറ്റ് മുഖേന നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിലറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ സൈബർ, ഞാനിപ്പോൾ എറണാകുളത്തായതുകൊണ്ട് ഇൻഫോ പാർക്ക് സൈബർ സെല്ലാണ് ഡയറക്റ്റ് ചെല്ലുന്നു. അപ്പൊ പറയും ചേച്ചി അവിടെ കൊടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല, ഒരനക്കൂല ചേച്ചി. നമ്മള് ഒരു കാര്യത്തിന്റെ പുറകെ തൂങ്ങിയാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നു. കാരണം ഒരുപാട് സൈബർ കേസ് വരുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഒരു ഇമ്പോർട്ടൻസ് അവർ തരണം എന്നില്ല. നമ്മൾ അതിന്റെ പുറകെ സാർ എന്തായി എന്ന് പറഞ്ഞ് നമ്മൾ പുറകെ തൂങ്ങണം. അതുകൂടാതെ ഒരാഴ്ചയായിട്ട് ഒരു നടപടി ഇല്ലെങ്കിൽ നേരെ അതിന്റെ മേളിലേക്ക് DCP ഉണ്ട്, കമ്മീഷൻ ഓഫീസ് ഉണ്ട്. കൃത്യമായി നമ്മൾ പരാതി കൊടുത്തതിന്റെ സ്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ടാവും. അതെ ഞങ്ങൾ ഇന്ന ഒരു അലിഗേഷൻ നടന്നിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DCP അല്ലെങ്കിൽ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരു കോള് ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി സീരിയസ് ആവും.
മനസ്സിലായോ? അത് FIR എഴുതി ഈ കേസ് രജിസ്റ്റർ ആകുന്നത് വരെ നമ്മൾ പുറകെ നടക്കുക. DCP ഓഫീസിൽ നമുക്ക് ഒരു കോൾ തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ FIR എഴുതി കേസ് രജിസ്റ്റർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിന്റെ പുറകെ നടക്കുന്നത് പോലെ ഇരിക്കും. പിന്നെ നമ്മളൊരു നല്ലൊരു ചാനൽ, യൂട്യൂബ് തന്നെ എനിക്ക് വരുമാനം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ ചാനൽ ഒരാളങ്ങ് ഹാക്ക് ചെയ്യുന്നു കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നല്ല രീതിയിൽ ഹാക്ക് ചെയ്ത് എന്ത് ചെയ്യും? എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ജിയാസ് ജമാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ വിദഗ്ധനാണ്. പുള്ളി അഡ്വക്കേറ്റും കൂടിയാണ്. പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ചുള്ളൊരു ചാനൽ ആയിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മളൊരു കൊച്ചു ചാനലൊക്കെ ആണെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കരയാൻ നിൽക്കരുത്. അടുത്തത് അപ്പം തുടങ്ങിയേക്കണം. അത്രേ ഉള്ളൂ. കരഞ്ഞു വിഴിഞ്ഞൊന്നും നിൽക്കാൻ നിൽക്കുക. അത്യാവശ്യം വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾക്കത് പോയി ചേച്ചി ഞങ്ങൾക്ക് ഇൻകം കിട്ടാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതെനിക്ക് റിക്കവർ ചെയ്തെടുക്കണം. ആരോ ഹാക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ ജിയാസ് ജമാൽ എന്ന് പറയുന്ന സൈബർ വിദഗ്ധന്റെ പുള്ളിക്കാരൻ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് പുള്ളിയുടെ ഒരു ഇത് വേണമെങ്കിൽ പുള്ളിയുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എൻ്റെ അക്കൗണ്ട് ഹാക്കായി എങ്ങനെ റിക്കവർ ചെയ്യും? സാറ് പറഞ്ഞു തരും കുറേ കാര്യങ്ങൾ. പിന്നെ സാർ അത് ചെയ്തു തരും. ഒരുപാട് പ്രശസ്തരായ ആൾക്കാരെ റിക്കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാധാരണക്കാരുടെ ചെയ്യൽ സാധാരണക്കാരനെ ചെയ്തു തരും. ഓക്കെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ, അങ്ങനെ പലതരം വീഡിയോസ് ഇടുന്നുണ്ട്. ചേച്ചി ഓരോന്നിനും എത്ര വരുമാനം കിട്ടും? ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തുടക്കക്കാരിങ്ങനെ തളർന്നിരിക്കും. അവരോട് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അയ്യോ സബ് എത്രയായി, വ്യൂവേഴ്സ് എത്രയായി, എത്ര പേര് കണ്ടോ, അയ്യോ 50 പേര് കണ്ടോളൂ, അയ്യോ ഇതിന് 100 പേര് കണ്ടോ, ചിലതിന് 5000 പേര് കണ്ടോ. അത് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. കൃത്യമായ കണ്ടന്റ് ചെയ്യുക, ക്യാപ്ഷൻ ഇടുക, തംബ്നെയിൽ ഇടുക. അല്ല വ്യൂവേഴ്സിന് നോക്കി ഇതിലാണ് പെണ്ണ് എത്ര പേര് കണ്ടു, ഇന്ത്യക്കാർ എത്ര കണ്ടു, അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കി ടെൻഷൻ അടിക്കല്ലേ. എനിക്ക് മറ്റേ OMKV ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു തന്നൊരു ഇതാണ്. അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നീ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ല വ്യൂവേഴ്സ് എത്രയായി, സബ് ഉണ്ടോ, അതുണ്ടോ, എല്ലാവർക്കും കൃത്യമായി ഒരു റിക്വസ്റ്റ് ഉള്ളത്, കമന്റ്സ് വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ലൈക്ക് എങ്കിലും കൃത്യമായ റിപ്ലൈ എങ്കിലും. എത്ര വലിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ചിലവരൊക്കെ അത് കൊടുക്കുന്നത് കാണാം. നമുക്കൊക്കെ അത് ഭയങ്കര സന്തോഷമല്ലേ? നമുക്കൊരു യൂട്യൂബർ റിപ്ലൈ തന്നെ അതുപോലെ തന്നെ ആവണം. നമ്മളും എല്ലാ കമന്റ്സും നമ്മൾ വായിച്ച് ഒരു ലൈക്ക് എങ്കിലും നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തണം. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ എത്ര വ്യൂവേഴ്സ് കിട്ടും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനത് കാണിച്ചു തന്ന് പറയാം കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഷോർട്സ് എൻ്റെ ഒരു 1000 അല്ലാതെ ഒരു 4000 സംതിങ് ആൾക്കാർ, 5000 അടുത്ത ആളുകൾ കണ്ടു. ഷോർട്സ് എന്ന് പറയുന്നത് 1 മിനിറ്റുള്ള വീഡിയോസ്. അതിന് ആകെ എനിക്ക് യൂട്യൂബ് തന്നത് നോക്കി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, 0.4, അതായത് $0.04, $1 പോലും ഇല്ല. മനസ്സിലാക്കണം. അപ്പോൾ ഷോർട്സ് കൊണ്ട് നമുക്ക് ഗുണമില്ലെന്നല്ല, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടാലാണ് ചിലപ്പോൾ $1-2 കിട്ടുന്നത്. മനസ്സിലായോ? 2 അല്ല, ഒരു $4-5 കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഷോർട്സ് ഇടുന്നത് എന്തിനാണ്? അയ്യോ അങ്ങനെ ഷോർട്സ് ഇടല്ലേ ചേച്ചി. ഷോർട്സ് ഇടുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനും നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് നിൽക്കാനും ഒക്കെ ഷോർട്സ് നല്ലതാണ്. കാരണം നമ്മൾ യൂട്യൂബ് വെറുതെ തുടങ്ങുമ്പോൾ തന്നെ ഷോർട്സുകളല്ലേ ആദ്യം വരുന്നത്. നമ്മൾ ഇങ്ങനെ ഒരാൾ യൂട്യൂബിലുണ്ട് എന്നറിയാൻ ഷോർട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ഒരു ലോങ് വീഡിയോനെ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ലോങ് വീഡിയോ ചെയ്തു. അതിന് 2000 ഇതെന്തോ കാണാൻ പറ്റുള്ളല്ലോ, 2700 സംതിങ് ആൾക്കാർ കണ്ട ഒരു ലോങ് വീഡിയോ. അതിന് $1.11, $1 $1.25 2000 സംതിങ് ആൾക്കാർ കണ്ട ലോങ് വീഡിയോ. 20 മിനിറ്റ് ഉള്ള ഒരു ലോങ് വീഡിയോന് 2000 സംതിങ് ആൾക്കാർ കണ്ടു. $1 $1.25. അതേസമയം നേരത്തെ ഷോർട്സ് 5000 അടുത്ത ആൾക്കാർ കണ്ടു, $0.4, $1 പോലും ഇല്ല. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ലോങ് വീഡിയോ ഷോർട്സിനേക്കാളും ബെറ്റർ ആണ് ഇൻകത്തിനും വാച്ചിങ് അവേഴ്സിനും കേട്ടോ. അടുത്തത് ലൈവ് ചെയ്തതിന് എനിക്ക് ഒരു 5000 ആൾക്കാർ കണ്ടു. അതിന് എനിക്ക് യൂട്യൂബ് തരുന്ന ഇൻകമാണ്, എവിടെ കാണാൻ പറ്റണില്ലടാ, $2.26, അതായത് $2.25. മനസ്സിലാക്കണം, $2.25. അപ്പോഴും മറ്റേ ലോങ് വീഡിയോനേക്കാളും ബെറ്റർ ആണ് ഇപ്പുറത്ത്. അപ്പോൾ നമ്മളൊന്ന് ഇതൊരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നാണ്. 5000 തന്നെ എടുത്ത് പറയാൻ കാരണം 5000 ഷോർട്സ് ചെയ്തപ്പോൾ $0.4, $1 പോലും കിട്ടിയില്ല.
5000-ലേക്ക് വന്ന് 5000 അടുക്കെ ഒരു 3000 സംതിങ്ങോളം ലോങ് വീഡിയോ ചെയ്തപ്പോഴും $1.14. പക്ഷെ 4000-5000 വ്യൂ ഉള്ള ലൈവ് ചെയ്തപ്പോൾ $2.25. എനിക്ക് 80,000 സംതിങ് വ്യൂ ഉള്ള ഒരു ലൈവ് ഉണ്ട്. അതിന് കിട്ടിയിരിക്കുന്നത് $26 ആണ്. $26 10,000-അടുത്ത് വാച്ചിങ് അവേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നമുക്ക് ലോങ് വീഡിയോയും ലൈവും ആണ് വാച്ചിങ് അവേഴ്സ് കൂട്ടാൻ ഏറ്റവും നല്ലത്. അത് കൃത്യമായി കണ്ടന്റ് ഉൾപ്പെടെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞാലും തീരത്തില്ല. അപ്പോ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു വരുമാനം എന്ന് പറഞ്ഞില്ലേ, എൻ്റെ വരുമാനം എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞിരുന്നു എത്രയാണ് എനിക്ക് കിട്ടിയെന്നുള്ളത്. അപ്പൊ അത് ഒരു മാസത്തെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉള്ളതാണ് കൗണ്ട് ചെയ്യുന്നത്. അത് പിന്നത്തെ മാസം ഇപ്പോ നവംബറിലെ കൗണ്ടിങ് കഴിഞ്ഞു. പിറ്റേ മാസം ആദ്യം തന്നെ കിട്ടുമെന്ന് നിങ്ങൾ കരുതരുത്. പിറ്റേ മാസം അവസാനം, ഈ മാസത്തെ പൈസ പിറ്റേ മാസം അവസാനം 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെയുള്ള വർക്കിംഗ് ഡേയ്സിലാണ് നമ്മൾ അക്കൗണ്ടിൽ കയറുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് യൂട്യൂബിനെ ഒരു വരുമാന മാർഗമായിട്ട് കാണാമോ എന്ന് ചോദിച്ചാൽ കാണാം. കാണണ്ടേ എന്ന് ചോദിച്ചാൽ കാണണ്ട. കാരണം നമ്മൾ വർക്ക് ചെയ്യാതെ നമ്മളെ തലവര ശരിയാണെങ്കിൽ ഈ പബ്ലിക് കാണാതെ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നവരുണ്ട്. നമ്മളുടെ ഫാമിലിക്ക് വേറൊരു ഇൻകം ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി തന്നെ നിന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല കണ്ടന്റ് ആയിരിക്കണം, നല്ല രീതിയിൽ നമ്മൾ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് ചേച്ചി ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം മൈ ഫാമിലി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണോ? ഒന്നും വേണ്ടെന്നേ. നിങ്ങൾ സാധാരണ സംസാരിക്കണവരെ തുടങ്ങിക്കോ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞോ, നമസ്കാരം പറഞ്ഞോ, നിങ്ങൾക്ക് തുടങ്ങാം. ഒരുപാട് ബ്ലാ വർത്താനങ്ങളില്ല. ഞാനും ബ്ലാ വർത്താനം കുറേയുണ്ട്. ഇപ്പൊ ഒന്ന് ചുമ വന്നു, അല്ലെങ്കിൽ ഒരു തുമ്മൽ വന്നു, അല്ലെങ്കിൽ തലയൊന്ന് മാന്തി, എന്തിനാന്ന്? നമ്മൾ സാധാരണക്കാരല്ലേ. സാധാരണക്കാരുടെ മുമ്പിൽ ഒരു ഇത് ആദ്യം എഡിറ്റ് ചെയ്യാനോ അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങുക. എനിക്ക് തോന്നുന്നത് നമ്മളെ വീടിന്റെ അകത്ത് തന്നെയുണ്ട് നമുക്കുള്ള കണ്ടന്റുകളും വീഡിയോസും ഷോർട്സ് എല്ലാം. അപ്പോ എനിക്ക് തോന്നണ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു യൂട്യൂബർ എന്നോണം നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ നമ്മള് കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യും, നേരെ കൊണ്ടുപോയി പല സ്ഥലത്ത് ഷെയർ ചെയ്യും. അത് എപ്പോഴും ചെയ്യാതിരിക്കുക. നമ്മളെ ചാനല് നമ്മൾ തന്നെ നോക്കി കാണുക. യൂട്യൂബ് നമ്മൾ സ്വയം എത്ര വ്യൂവേഴ്സിനെ കൊണ്ടു തരുന്നുണ്ട് എന്നൊരു മിനിമം 3 മണിക്കൂറെങ്കിലും അനങ്ങാതെ നിൽക്കുക. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് 3 മണിക്കൂറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട. കുറച്ച് നാളത്തേക്ക് ഒരു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്താലും വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ പോലും ശ്രദ്ധിക്കണം. നമ്മളെ ചാനൽ കട്ടാവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് റിപ്പോർട്ടിങ് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടിങ് ഇപ്പൊ ഒരു ധാരണയുണ്ട്, റിപ്പോർട്ട് ചെയ്തൊരു ചാനൽ അടിച്ചു പോകുന്നു. അങ്ങനെയല്ല. റിപ്പോർട്ട് ചെയ്താലും യൂട്യൂബ് പോയി നോക്കും ആ റിപ്പോർട്ടിങ് പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ആ ചാനലിലുണ്ടോ എന്ന്. അല്ലാതെ പണ്ടത്തെ പോലെ റിപ്പോർട്ടിങ് അടിച്ച് പൂട്ടിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ആ ചാനലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചാനൽ ഫ്രീസ് ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും ഓരോ യൂട്യൂബേഴ്സ് വരട്ടെ എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 6 മാസം കൊണ്ട് എനിക്ക് ആദ്യത്തെ ഇൻകം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്കൊരു 4-ാമത്തെ മാസം ആയപ്പോഴേക്കും മോണിറ്റൈസേഷനായി. 4-ാമത്തെ മാസം, ആദ്യത്തെ മാസം 1000 സബ്ബായി. എനിക്കാകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കാകാൻ പറ്റും. കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം. ഒറിജിനലായിട്ട് ഉള്ള കാര്യം ചെയ്യാനും പറയാനും പറ്റണം. ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പറ്റണം. അല്ലാതെ നമുക്ക് കേൾക്കാൻ പറ്റാതെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ സ്കിപ്പ് ചെയ്ത് പോകും. നല്ല കാഴ്ച സുഖം കിട്ടണം. ഏത് ഫോൺ ആയിക്കോട്ടെ നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റണം. ഇനിയുള്ള സംശയങ്ങളെല്ലാം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞുതരാം. J4 ടെക്കിന്റെ ആ ചാനലിലെ ലിങ്ക് ഇട്ടേക്കാം, കോണ്ടാക്ട് നമ്പർ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ വളരെ ചുരുങ്ങിയൊരു പൈസ കൊണ്ട് നമുക്ക് അവിടെ എൻട്രി ഫീസ് ഉണ്ട്. അവിടെ എൻട്രി ഫീസ് മേടിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിലും അവനിപ്പോ യൂട്യൂബ് ചാനലിൽ താഴെ പോയി കമന്റ് ചെയ്ത് ചോദിച്ചാലും പുള്ളി പറഞ്ഞു തരോട്ടെ. പക്ഷെ കമന്റിലൂടെ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടെങ്കിൽ പഠിച്ചിരിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇൻസ്റ്റയിൽ FBയിൽ ഞാൻ നല്ല രീതിയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് ഒരുപാട് പേര് അവിടെ നിന്ന് വന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. പബ്ലിക് നമ്മളുടെ കൂടെ വേണം. അതിപ്പോ ചൊറിയന്മാരായാലും ശരി, ഊളകളായാലും ശരി, ഒറ്റണത്തിനെയും ബ്ലോക്ക് ചെയ്യേണ്ട, ഹാൻഡിൽ ചെയ്ത് വിടുക. അവരും നമുക്ക് വേണം എന്ന് തന്നെയാണ് എനിക്കിപ്പോ പറയാനുള്ളത്.
അപ്പൊ ഇത്രയൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറ്റുന്ന പോലെ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഞാൻ ആ നമ്പർ ആഡ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ജോയിൻ ചെയ്യൂ. തുടങ്ങാൻ പറ്റുന്നില്ല ചേട്ടാ എനിക്കൊരു ചാനൽ തുടങ്ങിക്കരോ എന്ന് ചോദിച്ചാൽ പോലും കൃത്യമായി ഉറപ്പാണ് ജിജോ ബ്രോ അത് ചെയ്തു തരും. നമുക്കൊരു ചാനൽ തുടങ്ങണം, അപ്പൊ അതിന് ചാനൽ തുടങ്ങി അതിന്റെ ഒരു മെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ അങ്ങ് തരും. പിന്നെ അങ്ങ് ലോഗിൻ ചെയ്യാൻ നമുക്കറിയാലോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ബൈ ബൈ.